ഇപ്പോൾ നടക്കുന്ന ഈ സംഭവവികാസങ്ങൾ ഒരു സാധാരണക്കാരനോട് നിങ്ങൾ മണ്ടനാണ് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്പെരിമെൻ്റൽ ലേണിംഗ് അതിൽ സ്റ്റുഡൻറ്റ് റെഡി എന്നൊരു സംവിധാനം ഈ 2020 NEP അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കാർഷിക സർവകലാശാല അത് അംഗീകരിച്ച് നടപ്പിലാക്കി വരുന്നതാണ്. ഒപ്പം ടെക്നോളജി ഇൻ്റഗ്രേഷനാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ പോയിട്ടാണ് കേരളത്തിൽ നിന്ന് വരെ പോയിട്ട് അതിനൂതനമായ നിലയിൽ എങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം നടത്തുന്ന നിലയിലുള്ള കൃഷി പഠിക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ രീതിയിലൊക്കെ സാങ്കേതികമായി ഏറ്റവും ഉയർന്ന നിലയിലുള്ള പരിജ്ഞാനം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് NEP-യിലൂടെ ഉദ്ദേശിക്കുന്നത്. അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, ഈ കാര്യങ്ങളൊന്നും ആർക്കും ഒരു തർക്കമുണ്ടല്ല. കാരണം എല്ലാം നല്ല കാര്യം. ഇതിൽ പറയാനുള്ള പെട്ടെന്ന് കാര്യം, ഇതിലിപ്പോൾ സംഘപരിവാർവൽക്കരണം എന്നതാണ് NEP-യുമായി ബന്ധപ്പെട്ട് CPI ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. കൃഷിയും മൃഗസംരക്ഷണവും ഒക്കെ ആകുമ്പോൾ അതിൽ സംഘപരിവാർവൽക്കരണത്തിന് വലിയ സാധ്യതകളില്ലാത്തതുകൊണ്ടായിരിക്കും ഇവർ ഇത് അംഗീകരിച്ചത്. ഇതിൽ ഏറ്റവും ഇന്ന് നമ്മൾ കഴിഞ്ഞ 2 ദിവസം നമ്മൾ കൊടുത്ത വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കാണ്. 15,000 രൂപ സെമസ്റ്റർ ഫീ എന്ന് പറഞ്ഞിട്ടാണ് കാർഷിക സർവകലാശാലയിൽ കുട്ടികൾ പഠനത്തിന് ചേർന്നത്. കാർഷിക സർവകലാശാലയിൽ നമ്മുടെ ഇവിടുന്ന് കുട്ടികൾ ചേരുന്നത് തന്നെ വലിയ കാര്യമാണ്. കേരളത്തിലെ കാർഷിക സംവിധാനം മുഴുവൻ പിന്നോട്ടടിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ അത് പഠിക്കാൻ തയ്യാറാകുന്നു. ഭാവിയിൽ അവർ നല്ല കർഷകർ, നമുക്ക് ഈ കർഷകരും കൂടെ വേണമല്ലോ. അപ്പോൾ കർഷകരാവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മനസ്സുമായി കുറച്ച് കുട്ടികൾ പഠിക്കാൻ വരുന്നത് നല്ല കാര്യമാണ്. ആ കുട്ടികൾ പഠിക്കാൻ വന്ന് ചേർന്ന് കഴിയുമ്പോഴാണ് 50,000 രൂപയാണ് നിങ്ങളുടെ ഫീസ് എന്ന് പറഞ്ഞ് അർജുൻ എന്നൊരു വിദ്യാർത്ഥി പഠനം ഉപേക്ഷിക്കേണ്ടി വരും. ആലോചിക്കുക. അതിൻ്റെ കാരണം സർവകലാശാലയുടെ കടബാധ്യത തീർക്കാൻ അവിടെ വരുന്ന കുട്ടികളാണോ ബാധ്യസ്ഥരായത്? ആ കടബാധ്യത തീർക്കാൻ വേണ്ടി 15,000 രൂപയ്ക്ക് പഠിക്കാമെന്ന് കരുതി വന്ന കുട്ടികളുടെ മേൽ നിങ്ങൾ 50,000 രൂപ നൽകണമെന്ന് പറയുന്ന കാർഷിക സർവകലാശാലയാണ്. ഇവിടെ വി ശിവൻകുട്ടി പറഞ്ഞു ഓർക്കണം, നമുക്ക് പണമില്ല, ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോകണം, പേപ്പർ അടിക്കാൻ തന്നെ പൈസ ഇല്ല. ദിവിഷ്, ഒരു കാര്യം, MV ഗോവിന്ദൻ ഈ വിവാദങ്ങൾക്ക് നടത്തിയ വാർത്താസമ്മേളനത്തിൽ, അന്ന് ഒരേ ദിവസമായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി MV ഗോവിന്ദന്റെ വാർത്താസമ്മേളനം, MV ഗോവിന്ദൻ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ വിപ്ലവമാണ്, പറയാൻ പറ്റുമെന്ന് അർദ്ധവിരാമം ഇട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ നടക്കണം, കാര്യങ്ങൾ നടപ്പിലാകണം, പദ്ധതികളാണ്. എല്ലാ കാലവും എല്ലാത്തിനോടും മുഖം തിരിച്ചിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. സംവിധാനങ്ങളൊന്നും മുന്നോട്ട് പോയില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ തന്നെ ഇതിന് തയ്യാറായത്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഇതെല്ലാം ഓക്കെയാണ്, മറുഭാഗത്ത് ഈ ഇത് നടപ്പാക്കുകയും പണം വാങ്ങുകയും ചെയ്യുന്നത് പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയത് അത് NEP-യുടെ ഒരു ഷോക്കേസ് ആണെന്ന്. ഇതാണ് ഞങ്ങൾ വായിച്ച വരികൾ. The main objective of this scheme is to showcase the implementation of NEP 2020 through the PM Sri Schools. ഇത് തന്നെയാണുള്ളതെങ്കിൽ ഇതാണ് എൻ്റെ പ്രശ്നം. ഒരു പേരല്ല പ്രശ്നം, അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ലോങ് റൺ അതെങ്ങോട്ട് പോകും? അതേപ്പറ്റി ഇടതുപക്ഷത്തിന് ആശങ്കയുണ്ട്. ഈ ആശങ്ക CPI-യുടെ മാത്രം ആശങ്കയല്ല. PMC പോലെ ഒന്നിൽ ഇടപെടുമ്പോൾ പലവട്ടം ചിന്തിക്കണം ഇടതുപക്ഷം.